ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആട്ടോ. അവൻ ഇന്ന് 2 വയസ്സ് തികയാണ്. അപ്പം ഈ ഒരു സെക്ഷനിലാണ് ഞാൻ അവൻ്റെ ഡെക്കോർ ചെയ്യാൻ പോകുന്നത്. ഈ നൊയമ്പും കൂടി ആയതുകൊണ്ട് നമ്മൾ വലുതായിട്ട് ഗ്രാൻഡായിട്ടൊന്നും ആഘോഷിക്കുന്നില്ല. കഴിഞ്ഞ വട്ടവും അവൻ്റെ നൊയമ്പ് സമയത്ത് തന്നെയായിരുന്നു ബർത്ത്ഡേ. അപ്പം കുറച്ച് ആൾക്കാരെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സിനെ ഇവിടെയുള്ള ക്ലോസ് ഫ്രണ്ട്സിനെയും ഫാമിലീനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തവണ നമ്മൾ അങ്ങനെ പുറത്തുനിന്ന് ആരെയും വിളിക്കുന്നില്ല. പിന്നെ വരാൻ ഇവിടെ അടുത്തായിട്ട് ആരും ഇല്ലാതാണ്. അതുകൊണ്ട് നമ്മൾ വെച്ച് നമ്മൾ മിനിമലായിട്ട് നടത്താം. അതുപോലെ തന്നെ അവനൊരു സന്തോഷം, നാളെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് നമുക്ക് പറയാമല്ലോ, ഇത് ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, സെക്കൻഡ് ബർത്ത്ഡേ ആണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുകയാണ്. ഇത് ഞാൻ ഇവിടെ ഡേ ടു ഡേ ഷോപ്പില്ലേ, അവിടെ നിന്ന് ഞാൻ വാങ്ങിയതാണ്. ലാസ്റ്റ് ടൈം എനിക്ക് തോന്നുന്നു ആമസോണിൽ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഇവിടെ നോക്കിയപ്പോഴത്തേക്ക് ഇപ്പോൾ ഡേ ടു ഡേ അത്യാവശ്യം ഇതുപോലെ തീം പാർട്ടിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ അതിനകത്ത് നിന്ന് എനിക്ക് കിട്ടിയതാണ്, ഈ സെറ്റ് കിട്ടിയതാണ്. ഇതെല്ലാം ഇല്ല, ബലൂൺസ് മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ച് എന്താ പറയുക, അസ്ട്രോണൻറ്റിൻ്റെയൊക്കെ ഈ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ഇത് 2 എണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഷീറ്റും ഇല്ല. അപ്പം ഞാൻ പ്ലാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാണ്ട് ഇവിടെ കണ്ടോ, ഞാൻ എൻ്റെ സെറ്റ് കിടന്ന ഏരിയ ആണത്. അത് ഞാൻ കുറച്ച് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഞാൻ ഇവിടെയായിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ആളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അയാൾ ഉറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്തിരുന്നു. ഇപ്പം പുള്ളി ഉറങ്ങുന്ന ടൈമിലെല്ലാം ഞാൻ എടുത്ത് പുറത്തിട്ടിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പം ഇതിന് മുന്നേ ലാസ്റ്റ് ബർത്ത്ഡേക്കും ഞാൻ റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് ഇഫ്താർ പാർട്ടി ആയിട്ട് തന്നെയായിരുന്നു നടത്തിയത്. പക്ഷേ അന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടായിരുന്നു. ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആർച്ച് കെട്ടി ശീലമല്ല. ഞാൻ ഇതിനു മുന്നേ എൻ്റെ ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും വെഡിങ് ആനിവേഴ്സറിക്ക് ഞാനൊരു 3 years മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒരുപാട് ടൈം എടുത്താണ് ചെയ്തത്. അതുപോലെ ഇതിപ്പം ചെറിയൊരു ആർച്ചിനുള്ളത് ഞാൻ വാങ്ങിച്ചോളൂ. കഴിഞ്ഞ വട്ടം ബർത്ത്ഡേക്ക് ഞാൻ 2 സെറ്റ് വാങ്ങിയിട്ടാണ് ഒരു ആർച്ച് ഞാൻ ചെയ്തത്. പക്ഷേ ഇതിപ്പോൾ ചെറിയ സെറ്റാണ്. നോക്കാം എങ്ങനെ വരുമെന്ന്. ഇതിനിപ്പോൾ ഇതെല്ലാം ഒന്ന് വിയർത്തെടുക്കണം. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ആക്ച്വലി വേറൊരെണ്ണം ഉണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രിക്കിൻ്റെ ഇല്ലേ, അത് കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം നമുക്ക്. ഇപ്പം നൊയമ്പും കൂടി ആയതുകൊണ്ട് നല്ല ക്ഷീണമുണ്ട്. എന്നിട്ടും ഇത് കാറ്റടിച്ച് വിയർപ്പിക്കാനുള്ള എന്താ പറയുക, ഒരു കപ്പാസിറ്റി ഇല്ല. എന്നാലും പിന്നെ മോനെ വേണ്ടിയിട്ടായതുകൊണ്ട് ഞാൻ ചെയ്യാമെന്ന് വെച്ചു. ഞാനത് വാങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു ഇലക്ട്രിക്കിൻ്റെ, പക്ഷെ മിസ്സായിപ്പോയി. എന്തായാലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ തൽക്കാലം. അപ്പം ഓക്കെ, ഇതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഹോളിൽ നിന്നുള്ള വ്യൂ, ഇതാണ് കേട്ടോ. അപ്പം ഈ കാണുന്ന പുകയില്ലേ, അത് അവിടെ എന്തോ കത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ എന്തോ എന്തെങ്കിലും കത്തിയെന്തായിരിക്കും, ഫയർ കണ്ടില്ല. പക്ഷേ ഇതുപോലെ എപ്പോഴും ഉള്ളതാണ്. നമുക്ക് ഇത്രയും നല്ല വ്യൂവും കൂടി ഉള്ളത് കാരണം ഫുള്ളായിട്ട് കാണാൻ പറ്റും എവിടെയും. ഇതിനിപ്പോൾ സമ്മർ തുടങ്ങിയാൽ ഇങ്ങനെയാണ്, എപ്പോഴും ആ സൈഡിലായിരിക്കും തീ ഇങ്ങനെ പിടിക്കാറ്. ഇത്തവണ ഇത് അവിടെ നിന്ന് നന്നായിട്ട് പുക കുറേ നേരമായി, ഏകദേശം 1 മണിക്കൂറോളമായിട്ട് ഇങ്ങനെ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇതുവരെ നിന്നിട്ടില്ല. അപ്പം ഞാനൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളെ. ഇവിടെ നിന്ന് ആക്ച്വലി ഇത് ഷാർജയുടെ വ്യൂ ആണ്. ഈ കാണുന്ന റോഡിൽ, ഈ റോഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണുന്നത് ഫുള്ള് ദുബായി ആണ്. അതായത് ഈ കാണുന്നതിന് ഇവിടെ നിന്നെല്ലാം ദുബായി ആണ്. ആ കാണുന്നതൊക്കെ മുബൈല ഏരിയ ഒക്കെ അവിടെ ആയിട്ട് വരും കേട്ടോ. അപ്പം ഇതുകൊണ്ട് ഷാർജയുടെ മംസാർ ഏരിയ ആണ് അവിടെ. മജാസ് വാട്ടർ ഫ്രണ്ടൊക്കെ അവിടെ ആയിട്ടാണ്. പിന്നെ ഞാനൊരു സൈഡിൽ നിന്ന് അങ്ങോട്ട് പരിപാടി ആരംഭിച്ചു. കൈ നല്ല വേദനയായിരുന്നു കേട്ടോ. അത് കാരണം ഞാൻ ഒന്നും ആലോചിച്ചില്ല. പിന്നെ എന്നെക്കൊണ്ട് നടക്കൂല എന്ന് വിചാരിച്ചിട്ട് തന്നെ ഞാൻ പെട്ടെന്ന് റെഡിയായി നൈറ്റിൽ പോയിട്ട് പെട്ടെന്ന് ഈ ഇലക്ട്രിക് ബലൂൺ പമ്പ് മേടിച്ചുകൊണ്ട് വന്നു. കാരണം വലിയ പൈസ ഇല്ല അവിടെ. എനിക്കൊരു 20 dirhamsന് ഇത് കിട്ടി. ഞാൻ നൂണിൽ നോക്കിയപ്പോഴത്തേക്കും അവർ 15 minutes ഞാൻ നോക്കിയപ്പം കണ്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അടുത്ത
അടുത്തുള്ള ഷോപ്പിൽ പോയിട്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്ന് ഇത് പെട്ടെന്ന് നല്ല യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. കാരണം ഇതാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ നടന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനവിടെ വിയർപ്പിച്ച് എൻ്റെ കൈവിരലൊക്കെ നന്നായിട്ട് പെയിൻ വരുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഭിത്തിയിൽ കർട്ടൻ സെറ്റ് ചെയ്യാണ്. ആദ്യമേ കുറേയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ച് നോക്കുകയാണ്. പിന്നെ എൻ്റെ ഹൈസാമോൻ വന്നിട്ട് ഭയങ്കര അലമ്പുണ്ടാക്കുമായിരുന്നു. അവന് ഞാൻ വെക്കുന്ന ബലൂൺ തന്നെ അവൻ എടുത്തുകൊണ്ട് പോകണമായിരുന്നു. ലാസ്റ്റ് ഉമ്മിച്ച് അവനെ പിടിച്ച് കൊണ്ടുപോയി മാറ്റി നിർത്തിയേക്കുമായിരുന്നു. എന്നിട്ടും ആൾ അടങ്ങിയിരിക്കുന്നില്ലായിരുന്നു, ഒരേ കരച്ചിലായിരുന്നു. ഇത് കണ്ടിട്ട് പിന്നെ ഒട്ടും അടങ്ങിയിരിക്കത്തില്ലല്ലോ. പിന്നെ ഉമ്മച്ചി വീണ്ടും അവനെ കൊണ്ടുവന്നു. പിന്നെ എനിക്ക് ഹെൽപ്പ് വേണമായിരുന്നു ഉമ്മച്ചിയുടേത്. കാരണം മുകളിൽ കൊണ്ടുവന്നിട്ട് ഒട്ടിച്ച് സ്റ്റിക്ക് ചെയ്ത് വെക്കാൻ എനിക്കൊരാളുടെ ഹെൽപ്പ് വേണമായിരുന്നു. അങ്ങനെ ഉമ്മച്ചിയും ഞാൻ ഹെൽപ്പിന് കൂട്ടി. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി കേട്ടോ. ഞാൻ അറിഞ്ഞതുപോലും ഇല്ല എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിപ്പോയി, ബാക്കിയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതും. പിന്നെ ഇഫ്താറിൻ്റെ ടൈമായി, പിന്നെ നോമ്പ് കുറിക്കാനുള്ളതൊക്കെ പെട്ടെന്ന് ചടപടയെന്ന് ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് ദാണ്ട് കേക്ക് മുറിക്കുകയാണ്. വീട്ടിൽ വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ സൈഡിൽ നിന്ന്. അപ്പോൾ അവരുമായിട്ട് വീഡിയോ കോളും വിളിച്ച് അവരും ബർത്ത്ഡേയിൽ വിഷ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സൈഡിൽ. പിന്നെ നമ്മൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ്. കേക്ക് നല്ല കേക്കായിരുന്നു. ഇത് നമ്മൾ MRA എന്ന് പറയുന്ന ഇവിടെ അടുത്തുള്ളൊരു ബേക്കറി കേക്ക് ബേക്കിൽ നിന്ന് വാങ്ങിയതാണ്. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഹൈസാൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് ബുക്ക് ചെയ്തപ്പം നമ്മളൊരു മിൽക്കി വേ എന്ന് പറയുന്ന ഫ്ലേവറായിരുന്നു ബുക്ക് ചെയ്തത്. കാരണം അത് കുറച്ച് എനിക്ക് നല്ല ടേസ്റ്റും കൂടി തോന്നിയത് കാരണം ഞാൻ ഫ്ലേവർ ഇത്തവണയും അത് തന്നെയാണ് എടുത്തത്. കേക്കിനും ഡിസൈനും വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഇത്തവണ ഓർഡർ ചെയ്തത്. കാരണം ആരെയും വിളിച്ചിട്ടില്ലായിരുന്നു മെയിനായിട്ട്. പിന്നെ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള കേക്ക് മതിയെന്ന് ഞാൻ വിചാരിച്ചു. കാരണം നമ്മൾ ഇത്തവണയും പാർട്ടിയെല്ലാം ബലൂൺസും എല്ലാം കുറേ സിമ്പിളായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പം കേക്കും വളരെ സിമ്പിളായിട്ട് മതിയെന്ന് വിചാരിച്ചു. കാരണം ഞങ്ങൾ 3 പേരേ അല്ലേ ഉള്ളൂ. പിന്നെ അപ്പുറത്തുള്ള റൂമിലുള്ളവർക്കൊക്കെ ഞങ്ങൾ കേക്ക് കൊടുത്തു. പിന്നെ അതല്ലാണ്ട് വേറെ ആരുമില്ല. പിന്നെ എൻ്റെ ബ്രദർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളി മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അതുകൊണ്ട് വളരെ സിമ്പിളാവാമെന്ന് വിചാരിച്ചു. എന്തായാലും മാഷാഅല്ലാ കേക്ക് നല്ലതായിരുന്നു, നല്ല ഫ്ലേവറൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞങ്ങൾ ഫോട്ടോഷൂട്ട് എടുക്കുകയാണ്. എൻ്റെ ക്യാമറ അവിടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ വെച്ചിരുന്നിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡിൻ്റെ ഫോണിൽ ഞങ്ങളിങ്ങനെ ഫോട്ടോസ് എടുക്കുമായിരുന്നു. ഹൈസാനാണെങ്കിൽ ബലൂൺ പോപ്പ് ചെയ്യുന്ന സാധനമില്ലേ, അത് പൊട്ടിച്ചപ്പോഴത്തേക്കും പിന്നെ അതിൻ്റെ ആ സ്വീക്കൻസ് എല്ലാം പറക്കിയെടുത്തുകൊണ്ട് അത് കളിക്കാൻ വേണ്ടിയിട്ട് നടക്കുമായിരുന്നു. ഹൈസാൻ കളിക്കുന്ന പ്രായമാണല്ലോ, ഇങ്ങനെ നെളിഞ്ഞിങ്ങനെ നടക്കുന്നൊരു പ്രായമായതുകൊണ്ട് നമുക്ക് പിടിച്ച് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എന്തെല്ലാമൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പിടിച്ച് നിർത്തുകയാണ്. ഞങ്ങൾ ഫോട്ടോഷൂട്ട് തീർന്നിട്ടില്ല കേട്ടോ. ഹസ്ബൻഡ് പറയായിരുന്നു തരാവിയുടെ സമയമായി വരുന്ന, പെട്ടെന്ന് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പം ഞങ്ങൾ 3 പേരല്ലേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തകർത്ത് തന്നെ ഫോട്ടോ എടുക്കുമായിരുന്നു. ഹൈസാനെ അങ്ങോട്ടും വയ്ക്കുന്നു ഇങ്ങോട്ടും വയ്ക്കുന്നു. അവനാണെങ്കിൽ ഒരു മനസ്സും ഇല്ലാതെ ഉമ്മയൊക്കെ തരുവാണ്. കാരണം അവൻ അങ്ങോട്ട് ഇറങ്ങി അതെല്ലാം വലിച്ച് വാരി ഒന്ന് എടുത്തോളാൻ വയ്യ എന്നുള്ളൊരു രീതിയിൽ അവനിങ്ങനെ അടങ്ങിയിരിക്കുകയാണ് കുറച്ച് നേരത്തേക്ക്. അവിടെ നോക്ക്, ഫോട്ടോ എടുക്കാം. അവിടെ നോക്കി സ്മൈൽ ചെയ്തേ, അവിടെ നോക്കി സ്മൈൽ ചെയ്തേ. ഐസ ഒന്ന് അവിടെ നിൽക്കുക, ഇവിടെ ഇരിക്കും, ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഫങ്ഷനൊക്കെ കഴിഞ്ഞ്, കാരണം ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ഇഫ്താറിൻ്റെ ടൈമായി. പിന്നെ ഒരു വെടി പുകയായിരുന്നു. സോ പെട്ടെന്ന് റെഡിയായി കഴിഞ്ഞു. ഹൈസാനെ കുളിപ്പിച്ചു റെഡിയാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കേക്ക് മുറിക്കാൻ ഞങ്ങൾ കേക്ക് മുറിച്ചു. അപ്പോഴത്തേക്ക് തന്നെ ഫുള്ള് എല്ലാം കഴിഞ്ഞു. ഹൈസാനാണെങ്കിൽ മാക്സിമം ഞാൻ ശ്രമിച്ചു എല്ലാം അതേ രീതിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവന് അതിൻ്റെ ഇടയിൽ കേക്ക് മുറിക്കുന്നതിൻ്റെ മുന്നേ എല്ലാം എടുത്ത് മാറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു.
പിന്നെ ഇവിടെ കുറേ സാധനങ്ങളൊക്കെ വെച്ച് ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കായിരുന്നു അവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനും ഹസ്ബൻഡും മോനും എൻ്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേറെ ആരും വന്നില്ല, കാരണം നോയമ്പും കൂടി ആയതുകൊണ്ട്. പിന്നെ ആരും ഇപ്പം തൊട്ടടുത്തില്ല. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ സിസ്റ്ററിൻ ലോയും പിന്നെ എൻ്റെ ബ്രദറും കൂടി കണ്ടേനെ. ഇതെല്ലാം ഇറക്കി പോവാറായി. കാരണം ഒന്നാമത് ഞാൻ ഏകദേശം ഒരു 3 o'clock 2 o'clock സമയത്താണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴത്തേക്കും എൻ്റെ പശയൊക്കെ മീൻസ് പശയൊക്കെ മാറിയിട്ട് അതങ്ങ് ലൂസായി പോകാൻ തുടങ്ങി. ഇപ്പോൾ ഓക്കെയാണ്. ഇപ്പം എന്തായാലും മസാല എല്ലാം കഴിഞ്ഞതുകൊണ്ട് ഇരിക്കുന്നതാണ്. ഇതാണ് എൻ്റെ കുഞ്ഞു ബേബി. അവനിങ്ങനെ ഓരോന്നിങ്ങനെ ഇളകി വീഴുന്നതൊക്കെ എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങൾ. എല്ലാവരും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യണം. അതോടൊപ്പം നിങ്ങൾ എൻ്റെ വീഡിയോയിലേക്ക് ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.